Good morning, everyone. So, in this lecture, we will be starting the second chapter of Unit 2 of Novel Drug Delivery System, that is Mucosal Drug Delivery System. Second unit, first chapter was microencapsulation that we completed. Now we will be starting Mucosal Drug Delivery System. Novel Drug Delivery System ഒരു വെറൈറ്റിയുള്ള കൺസെപ്റ്റ്. നിങ്ങൾ ഇത്രയും കാലം നമ്മൾ നോക്കിയ കൺസെപ്റ്റുകൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ദ ഡ്രഗ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ടു ദി മ്യൂക്കോസ ബൈ യൂട്ടിലൈസിങ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോളിമേഴ്സ് കോൾഡ് മ്യൂക്കോ അഡ്ഹസീവ് പോളിമേഴ്സ്. അതായത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് അഡ്ഹിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള പോളിമേഴ്സ് ഉണ്ട്. ലൈക്ക് സോഡിയം ആൾജിനേറ്റ്, കൈറ്റോസാൻ, കാർബോപോൾ, എക്സെട്ര. ഇത്തരത്തിലുള്ള പോളിമറും ഡ്രഗും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു വയ്ക്കും. ഇത് രണ്ട് രീതിയിലായിരിക്കാം ഇതിൻ്റെ ആക്ഷൻ വരിക. ഒന്ന് ലോക്കൽ ആക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഡിസീസാണ് ഓറൽ. ഈ സ്ഥിരമായിട്ട് കോർട്ടിക്കോസ്റ്റിറോയിഡ്സൊക്കെ ഇൻഹേലേഷൻ എടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ആസ്മയ്ക്കൊക്കെ സ്ഥിരമായിട്ട് കോർട്ടിക്കോസ്റ്റിറോയിഡിൻ്റെ ഇൻഹലേഷൻ എടുക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം വായ നല്ല വൃത്തിയായിട്ട് കഴുകണം എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ തുടങ്ങും വായിൽ. അതിനുള്ളൊരു ഇൻഫെക്ഷനാണ് ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ആൻറ്റി ഫംഗൽ ഡ്രഗിനെ വായയിൽ കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഒരു സൊല്യൂഷൻ ഫോമിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ജെല്ലിൻ്റെ ഫോമിലാക്കിയിട്ട് വായിൽ തേച്ച് കൊടുക്കാം. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്, ഈ സൊല്യൂഷനായാലും ജെല്ലായാലും ഒക്കെ അധികം നേരം അവിടെ ഇരിക്കില്ല. എന്ത് സംഭവിക്കും, അത് സലൈവയുടെ കൂടെ അകത്തേക്ക് ഇറങ്ങിപ്പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് അവിടെ സിസ്റ്റമിക് ആക്ഷൻ ആവശ്യമില്ല, ലോക്കൽ ആക്ഷൻ മതി. വായയിൽ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ മാത്രം ആക്ഷൻ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു ടാബ്ലറ്റ് ഫോമിലേക്ക് മാറ്റും. ഒരു മ്യൂക്കോ അഡ്ഹസീവ് പോളിമർ യൂസ് ചെയ്തിട്ട് ഒരു ആൻറ്റി ഫംഗൽ ഡ്രഗ്, ഫോർ സപ്പോസ് ഫ്ലൂക്കോണസോൾ അല്ലെങ്കിൽ ഇട്രാക്കോണസോൾ അല്ലെങ്കിൽ കീറ്റോക്കോണസോൾ പോലൊരു ആൻറ്റി ഫംഗൽ ഡ്രഗ് എടുത്തിട്ട് അതിനെ ഒരു പോളിമർ, ഒരു ബയോ അഡ്ഹസീവ് ആയിട്ടുള്ള പോളിമറായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടാബ്ലറ്റ് ആക്കി മാറ്റും. എന്നിട്ട് അത് നമ്മുടെ ചീക്കിൻ്റെ സൈഡിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചെന്നിരുന്നത് അവിടെ ഇരുന്നിട്ട്, അപ്പോൾ ഇത് മ്യൂക്കോ അഡ്ഹസീവ് ആയതുകൊണ്ട് ഈ ടാബ്ലറ്റ് അവിടെ ഒട്ടിപ്പിടിക്കും. ടാബ്ലറ്റ് ആവാം, ഫിലിമാകാം, ജെല്ലാകാം. ജെല്ലെന്ന് പറയുമ്പോൾ സാധാ ജെല്ലല്ല, മ്യൂക്കോ അഡ്ഹസീവ് ജെല്ലുണ്ട്, അതായത് ജെല്ല് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. വളരെ പതുക്കെ മാത്രമേ അവിടുന്ന് സലൈവയിൽ ഡിസോൾവ് ആവുള്ളൂ. അപ്പോൾ ഡ്രഗ് പതുക്കെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഡിവൈസിൽ നിന്ന്. അപ്പോൾ അത് ആക്ഷൻ നമുക്ക് കുറേ നേരത്തേക്ക് കിട്ടും. വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് എ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ജെൽ, നോൺ മ്യൂക്കോ അഡ്ഹസീവ് ആയിട്ടുള്ള ജെല്ലായിട്ട് കമ്പയർ ചെയ്താൽ, മ്യൂക്കോ അഡ്ഹസീവ് ആയിട്ടുള്ളൊരു ജെല്ലോ ടാബ്ലറ്റോ ഫിലിമോ യൂസ് ചെയ്താൽ ദ ആക്ഷൻ ക്യാൻ ബി പ്രൊലോങ്ഡ്. അത് ഒരു കൺസെപ്റ്റ്, ലോക്കൽ ഡെലിവറി. ഇനി മറ്റൊന്ന്, നമുക്ക് സിസ്റ്റമിക് ഡെലിവറി കൊണ്ടുവരാം. അതായത് നല്ല പെനിട്രേഷനുള്ള ഡ്രഗുകൾ. ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, BCS ക്ലാസിഫിക്കേഷൻ. ആ BCS ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് 2 ഡ്രഗ്സ് ഉണ്ട്, അതായത് നല്ല പെനിട്രേഷനുള്ള ഡ്രഗ്സ്. അത്തരത്തിലുള്ള ഡ്രഗുകൾ, അതിന് സോലിബിലിറ്റി കുറവായിരിക്കും. അത്തരത്തിലുള്ള ഡ്രഗുകളെ നമ്മൾ ഈ രീതിയിലേക്ക് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രഗ് മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്തിട്ട് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുകയും അതിൻ്റെ സിസ്റ്റമിക് ആക്ഷൻ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഡ്രഗ് നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചോ ഇൻറ്റസ്റ്റൈനിൽ വെച്ചോ അല്ലെങ്കിൽ പോർട്ടൽ സർക്കുലേഷൻ വഴി ലിവറിലെത്തിയിട്ടോ ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇതിനെല്ലാം ബൈപ്പാസ് ചെയ്യും. പ്രീ സിസ്റ്റമിക് മെറ്റബോളിസത്തിനെ ബൈപ്പാസ് ചെയ്ത് അത് മ്യൂക്കോസയുടെ ഉള്ളിലൂടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുകയും അതിൻ്റെ ആക്ഷൻ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ദിസ് ക്യാൻ ബി മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കൽ ആക്ഷൻ ഓർ ഫോർ getting systemic action. It can be used to bypass pre-systemic metabolism. ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So we can begin the chapter. So
first we have to give a definition for mucosal drug delivery system. So mucosal drug delivery is the delivery of drugs via or through the absorptive mucosa, which is present in the various easily accessible body cavities. This mucosa is present in different body cavities like the eyes, nose, mouth, rectum or vagina. അപ്പോൾ ഇത്തരത്തിൽ ഈ ബോഡി ക്യാവിറ്റീസിലൂടെ ഉള്ള മ്യൂക്കോസയിലൂടെ ഡ്രഗിനെ ഡെലിവർ ചെയ്യുന്നതിനാണ് നമ്മൾ മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി എന്ന് പറയുന്നത്. Then we can begin with the structure of mucosa. അപ്പോൾ മ്യൂക്കോസ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മ്യൂക്കോസൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ക്യാവിറ്റിയെയും അതുപോലെ തന്നെ so mucous membrane is the membrane, moist membrane that covers the different body cavities and also present around internal organs. അതാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാധാരണ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ലാമിന പ്രൊപ്രിയ. ലാമിന പ്രൊപ്രിയ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഒരു എപ്പിത്തീരിയൽ സെല്ലിൻ്റെ ലെയർ ഉണ്ടായിരിക്കും. ഈ ലെയർ ക്യാൻ ബി മൾട്ടി ലെയേർഡ് ഓർ സിംഗിൾ ലെയേർഡ്. അത് ഏത് ഭാഗത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻ ആണെന്ന് ആശ്രയിച്ചിട്ട് മൾട്ടി ലെയേർഡ് എപ്പിത്തീരിയൽ ലെയറും കാണപ്പെടാറുണ്ട്. അതുപോലെ യൂണി ലെയേർഡ്, സിംഗിൾ ലെയേർഡ് മ്യൂക്കസ് എപ്പിത്തീലിയൽ ലെയറും കാണപ്പെടാറുണ്ട്. ഇപ്പോൾ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയൊക്കെ യൂണി ലെയേർഡ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ ലെയറാണ് കാണപ്പെടുക. നേരെ മറിച്ചിട്ട് ഓറൽ ക്യാവിറ്റി, വജൈന, അതുപോലെ ഒക്യുലാർ അതായത് ഐ, ഇവിടെയൊക്കെ കാണപ്പെടുന്നത് മൾട്ടി ലെയേർഡാണ്. ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ ഓറൽ ക്യാവിറ്റിയുടെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലാമിന പ്രൊപ്രിയ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ടാകും. അതിൻ്റെ മുകളിൽ എപ്പിത്തീലിയൽ ലെയർ, എയ്തർ സിംഗിൾ ലെയേർഡ് ഓർ മൾട്ടി ലെയേർഡ്, ആൻഡ് ദീസ് ടു ലെയേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് സ്പെഷ്യൽ എപ്പിത്തീലിയൽ സെൽസ് കോൾഡ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഒരു ലെയർ, എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഒരു ലെയർ ഇതിനെ സെപ്പറേറ്റ്, ഇറ്റ്സ് കോൾഡ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അതിൻ്റെ താഴെ സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഈ സബ് മ്യൂക്കോസയിലാണ് ബ്ലഡ് വെസൽസും അതുപോലെ നെർവ്സൊക്കെ എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി, അതിനും താഴെയാണ് മസിൽസും ബോൺസും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ്റെ. മ്യൂക്കസ് മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിത്തീലിയൽ ലെയർ ഉണ്ടാകും ഏറ്റവും ടോപ്പിൽ. അത് യൂണിസെല്ലുലാർ ആകാം, സിംഗിൾ ലെയേർഡ് ആകാം, അല്ലെങ്കിൽ മൾട്ടി ലെയേർഡ് ആകാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ, അതിന് താഴെ ലാമിന പ്രൊപ്രിയ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ലെയർ, അങ്ങനെ അതിൻ്റെ താഴെയാണ് സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ. അവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ സെൽസ് കോൾഡ് ഗോബ്ലെറ്റ് സെൽസ്. ഈ ഗോബ്ലെറ്റ് സെൽസ് ചില കേസിൽ ഇത് ഈ എപ്പിത്തീലിയൽ ലെയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ ലെയറിൽ തന്നെ എംബഡഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലൊക്കെ അങ്ങനെയാണ്. നേരെ മറിച്ചിട്ട് ഓറൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ എപ്പിത്തീലിയൽ ലെയറിൽ എംബഡഡ് ആയിരിക്കില്ല. അവിടെ ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ഇൻ സ്പെഷ്യൽ കൈൻഡ് ഓഫ് സെക്രീറ്ററി ഗ്ലാൻസ് ലൈക്ക് സലൈവറി ഗ്ലാൻസ്. ആ സലൈവയുടെ കൂടെയാണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗോബ്ലെറ്റ് സെൽസ് ആണ് ഈ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് എ ലെയർ ഓവർ ദി മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പോൾ ഈ ഒരു മ്യൂക്കസ് ലെയർ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ചുറ്റും ഈ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താ? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മ്യൂക്കസ് ലെയർ? ദ ഫങ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷനും പ്രൊട്ടക്ഷനുമാണ് മ്യൂക്കസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് മ്യൂക്കോസയാണ് നമ്മൾ നോക്കിയത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ആൻഡ് ദെൻ വാട്ട് ഈസ് ദി കമ്പോണൻസ് ഓഫ് മ്യൂക്കസ്? മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂക്കസ് ഈസ് മേഡ് അപ്പ് ഓഫ് മെയിൻലി ഗ്ലൈക്കോപ്രോട്ടീൻസ് കോൾഡ് മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീൻസ് പ്രസൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലിപ്പിഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഇനോർഗാനിക് സോൾട്ട്സ് ഉണ്ടായിരിക്കും, ആൻഡ് വാട്ടർ ഈസ് ദ മേജർ കമ്പോണൻ്റ് ഓഫ് ദിസ് മ്യൂക്കസ്. 95% by weight will be water.
Then it also contains glycoproteins, lipids, inorganic salts. Mucin എന്നാണ് ഈ ഗ്ലൈക്കോപ്രോട്ടീൻ്റെ പേര്, മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീൻ. So that's about the structure of mucosa and mucus. Then comes the different principles or theories. ഈ ഒരു ഞാൻ പറഞ്ഞിരുന്നു, ഈ ബയോ അഡ്ഹസീവ് അല്ലെങ്കിൽ മ്യൂക്കോ അഡ്ഹസീവ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് പോയിട്ട് ആദ്യം പോയി അഡ്ഹിയർ ചെയ്യണം, ഒട്ടിപ്പിടിക്കണം, എന്നിട്ട് മാത്രമേ ഡ്രഗിനെ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അഡ്ഹഷൻ എന്ന് പറയുന്ന ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല തിയറീസും കാലാകാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ you have to know about these theories. There are about 6 theories explaining the mucoadhesion or bioadhesion. എളുപ്പമാണ്, തിയറികളൊക്കെ എളുപ്പമാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ദ ഫസ്റ്റ് തിയറി ഈസ് ഇലക്ട്രോണിക് തിയറി. നമ്മുടെ ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞാൽ ഈസ് ഇലക്ട്രോണിക് തിയറി. ഇലക്ട്രോണിക് തിയറി പറയുന്നത് നമ്മുടെ ഡിവൈസ് പോളിമർ കൊണ്ടാണ് നമ്മുടെ മ്യൂക്കോ അഡ്ഹസീവ് ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ മ്യൂക്കസ്, അത് ഒട്ടിപ്പിടിക്കുന്ന മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിലാണ് ആ മ്യൂക്കസ്. അപ്പോൾ ഈ മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീനും അതുപോലെ ഈ പോളിമറിൻ്റെയും ഇലക്ട്രോണിക് ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓപ്പോസിങ് ചാർജ് ആയിരിക്കും പ്രസൻറ്റ്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ആയിരിക്കും. ദിസ് റിസൾട്ട്സ് ഇൻ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വെൻ ദീസ് ടു കം ഇൻ ടു കോണ്ടാക്ട്. ഈ പോളിമറും അതുപോലെ മ്യൂക്കസ് മെംബ്രെയിനും കോണ്ടാക്ട് വരുമ്പോൾ this results in electronic transfer, and this electronic transfer results in the formation of an electrical double layer. ഒരു electrical double layer is formed at the interface between the polymeric device and the mucous membrane, and this results in adhesion. The formation of electrical double layer results in adhesion. That is electronic theory. So the theory states that both the mucous membrane and the mucous membrane the mucin glycoprotein and the polymer, they are having opposite charges. This charge difference results in the transfer of electrons, and this electronic transfer results in the subsequent development of a electrical double layer which results in adhesion. So that is electronic theory. So that is the first theory, electronic theory. And the second theory is adsorption theory. Adsorption theory പറയുന്നത് when the device is placed over the mucous membrane, this adhesion occurs due to secondary chemical interactions like van der Waals interactions, hydrogen bonds, then electrostatic attraction and hydrophobic interactions. അപ്പോൾ വാൻ ഡെർ വാൾസ് ഫോഴ്സുകൾ, അതുപോലെ ഹൈഡ്രജൻ ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഇതൊക്കെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും. ഇതിന് നമ്മൾ സെക്കൻഡറി കെമിക്കൽ ഇൻട്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും അല്ലാത്ത മറ്റു ടൈപ്പുള്ള ഇൻട്രാക്ഷൻസ്. ഈ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ, അതുപോലെ ഹൈഡ്രജൻ ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഇതെല്ലാം കാരണമാണ് അഡ്ഹഷൻ നടക്കുന്നതെന്നാണ് അഡ്സോർപ്ഷൻ തിയറി പറയുന്നത്. ഉദാഹരണമായിട്ട് സപ്പോസ് യുവർ പോളിമർ ഈസ് ക്യാരിങ് കാർബോക്സിൽ ഗ്രൂപ്പ്, COOH ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനാണ് മ്യൂസിനുമായിട്ട് നടക്കുക. എങ്ങനെയാണ് നടക്കുന്നത്? COOH ഗ്രൂപ്പാണ്. സോ നിങ്ങളെ പോളിമറിൻ്റെ മുകളിൽ COOH ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ എന്താ ചെയ്യുക? ഈ ഓക്സിജൻ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസിനെ അതിൻ്റെ നേരെ വലിക്കും ബിക്കോസ് ഓഫ് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ദിസ് റിസൾട്ട്സ് ഇൻ എ നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ആൻഡ് എ പോസിറ്റീവ് ചാർജ് ഓൺ ഹൈഡ്രജൻ. So this hydrogen will get attracted towards another electronegative atom. Okay, so this positive charge is developed over hydrogen, and because of this positive charge, when another electronegative atom comes near hydrogen, it attracts ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർബോക്സിൽ ഗ്രൂപ്പുകളാണ് പ്രസന്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ, ഹൈഡ്രജൻ ബോണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് ദി മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീൻ.
അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡറി കെമിക്കൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ വീക്ക് ഇൻട്രാക്ഷൻസ്, ബട്ട് ആസ് ദി നമ്പർ ഓഫ് ദീസ് ബോണ്ട്സ് ഇൻക്രീസ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഗുഡ് അഡ്ഹഷൻ അതാണ് പറയുന്നത്. അതായത് ഈ ഒരു വീക്കാണ്, ഇൻട്രാക്ഷൻ വീക്കാണ് സാധാരണഗതിയിൽ, പക്ഷേ കൂടുതൽ നമ്പർ വരുന്നത് കാരണം ഇറ്റ് ബിക്കംസ് ആൻ ഇൻറ്റൻസ് ടൈപ്പ് ഓഫ് അഡ്ഹഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ടൈപ്പ് ഓഫ് അഡ്ഹഷൻ. ഓക്കെ, സോ ദി നെക്സ്റ്റ് തിയറി. അപ്പോൾ 2 തിയറി നമ്മൾ നോക്കി, അഡ്സോപ്ഷൻ തിയറി നോക്കി, അതുപോലെ തന്നെ ഇലക്ട്രോണിക് തിയറി നോക്കി. ഇനി നമ്മൾ 3ാമത്തെ തിയറിയാണ് നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് കോൾഡ് വെറ്റിംഗ് തിയറി. ഇപ്പോൾ വെറ്റിംഗ് തിയറി ഇപ്പോൾ നേരത്തെ പഠിച്ച 2 തിയറിയും സോളിഡ് ആയിട്ടുള്ള ഡോസേജ് ഫോമിൻ്റെ കേസിലാണ് അപ്ലിക്കബിൾ. വെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കുറച്ച് വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് ടൈപ്പ് ഓഫ് ഡോസേജ് ഫോമിൻ്റെ കേസിലാണ് അപ്ലിക്കബിൾ, അല്ലെങ്കിൽ ജെൽ ടൈപ്പ് ഓഫ് ഡോസേജ് ഫോമിൻ്റെ കേസിലാണ് അപ്ലിക്കബിൾ. വെറ്റിംഗ് തിയറി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്ഹസീവ് പ്രോപ്പർട്ടി വിൽ ഡിപ്പെൻഡ് അപ്പോൺസ് ദി ഇറ്റ്സ് എബിലിറ്റി ടു സ്പ്രെഡ് ഓവർ ദി മ്യൂക്കസ് മെംബ്രെയിൻ. അതായത് ഒരു വെറ്റിംഗ് എന്ന് പറയുന്നൊരു ഫിനോമിന ഫാർമസ്യൂട്ടിക്സ് ഫിസിക്കൽ ഫാർമസി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സ്പ്രെഡബിലിറ്റി, എത്രമാത്രം ഒരു ലിക്വിഡ് ഒരു സർഫേസിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് വെറ്റിംഗ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കോണ്ടാക്റ്റ് ആംഗിൾ മെഷർ ചെയ്തിട്ടാണ് വെറ്റിംഗ് എബിലിറ്റി പറയാറുള്ളത്. കോണ്ടാക്റ്റ് ആംഗിൾ 0 അടുത്ത് വരും തോറും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ഗുഡ് വെറ്റിംഗ്. അപ്പോൾ കോണ്ടാക്റ്റ് ആംഗിൾ കുറയുമ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഇതിൻ്റെ അഡ്ഹഷൻ കൂടുകയും ചെയ്യും എന്നാണ് വെറ്റിംഗ് തിയറി പറയുന്നത്. വെറ്റിംഗ് തിയറി is applied to liquid systems which present affinity to the surface in order to spread over it. This affinity can be found by measuring the contact angle. The general rule is that lower the contact angle, greater the affinity. The contact angle should be equal or close to 0 to provide adequate spreadability. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. കോണ്ടാക്റ്റ് ആംഗിൾ 0 അടുത്തേക്ക് വരുന്തോറും സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. സ്പ്രെഡിങ് കൂടുമ്പോൾ കൂടുതൽ നന്നായിട്ട് അഡ്ഹിയർ ചെയ്യും. അതാണ് ഈ തിയറി പറയുന്നത്. Then comes diffusion theory. അപ്പോൾ ഡിഫ്യൂഷൻ തിയറി പറയുന്നത് ഈ അഡ്ഹഷൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പോളിമർ ആസ് വെൽ ആസ് ദി മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീൻ ദ ഡിഫ്യൂസ് ചെയിൻസ് ആണ്. പോളിമർ 2 മ്യൂസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയിൻസ് തന്നെയാണ് ഉണ്ടാവുക, അതുപോലെ പോളിമറിലും ചെയിൻസ് ഉണ്ടാവുക. ഈ 2 വസ്തുക്കളിൽ ഉള്ളിലുള്ള പോളിമർ ചെയിൻസ് പരസ്പരം ഡിഫ്യൂസ് ചെയ്യും, ഒരു ഇൻ്റർ പെനിട്രേഷൻ നടക്കും. ഈ ഇൻ്റർ പെനിട്രേഷൻ കാരണമാണ് അഡ്ഹഷൻ നടക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പോളിമർ ചെയിൻസ് ആണ്, ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് മ്യൂസിൻ്റെ ചെയിൻസ് ആണ്. ഇത് രണ്ടും തമ്മിൽ ഇൻ്റർ പെനിട്രേറ്റ് ചെയ്തിട്ടാണ് അഡ്ഹഷൻ നടക്കുന്നതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ തിയറി ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഇൻ്റർ പെനിട്രേഷൻ ഓഫ് ബോത്ത് പോളിമർ ആൻഡ് മ്യൂസിൻ ഗ്ലൈക്കോൾ. രണ്ടും ഇൻ്റർ പെനിട്രേറ്റ് ചെയ്യും. ഈ ഇൻ്റർ പെനിട്രേഷൻ ഒരു പ്രത്യേക ഡെപ്തിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല അഡ്ഹഷൻ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ആ ഡെപ്ത് പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി ഇൻ ദ റേഞ്ച് ഓഫ് 0.0 to 0.5 മൈക്രോമീറ്റർ. അപ്പോൾ ഈ ഒരു ഡെപ്തിൽ ഇൻ്റർ പെനിട്രേഷൻ നടക്കുമ്പോഴാണ് നല്ല രീതിയിൽ അഡ്ഹഷൻ കിട്ടുക. അപ്പോൾ ഇതിൽ ഈ ഡെപ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർ പെനിട്രേറ്റിംഗ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഇക്വേഷൻ. L = TdH the whole raised to half, അല്ലെങ്കിൽ റൂട്ട് ഓഫ്, ഇങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം, TdH, DHO DBO ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. T എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ടൈമാണ്, ആൻഡ് DH ഈസ് ദി ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് ദി പോളിമർ. DH എന്ന് പറഞ്ഞാൽ ഓർ DB എന്നും പറയാം. DB ഈസ് ദി ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് ദി പോളിമർ ആൻഡ് T ഈസ് ദി കോണ്ടാക്ട് ടൈം. എത്ര നേരത്തേക്കാണ് ഈ ഒരു കോണ്ടാക്റ്റ് വരുന്നത്, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ബോണ്ട് ഡെപ്ത് എന്ന് പറയുന്നത്, ഡെപ്ത് ഓഫ് ദി ഇൻ്റർ പെനിട്രേഷൻ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇക്വേഷനാണ്. സോ ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. അപ്പോൾ അതാണ് ഡിഫ്യൂഷൻ തിയറി.
ഈ ഒരു ഡിഫ്യൂഷൻ ഇൻ്റർപെനിട്രേഷൻ കാരണമാണ് നല്ല അഡ്ഹഷൻ നടക്കുന്നത്. ഒരു സ്പെഷ്യൽ ഡെപ്തിലേക്ക് എത്തിയ അത്രയും ഒരു പ്രത്യേക 0.2 to 0.5 മൈക്രോമീറ്റർ ഡെപ്തെങ്കിലും ഉണ്ടെങ്കിലേ നല്ല രീതിയിലുള്ള ബോണ്ട് ഫോർമേഷൻ നടക്കുകയുള്ളൂ. ആൻഡ് ആ ഒരു ഡെപ്ത്, ഇൻ്റർപെനിട്രേഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത്രയാണ് ഡിഫ്യൂഷൻ തിയറിയിലുള്ളത്. ദെൻ കംസ് ഫ്രാക്ചർ തിയറി. ഫ്രാക്ചർ തിയറി പഠിക്കുന്നതിന് മുമ്പ് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. അപ്പോൾ അതിന് മുന്നേ മറ്റൊരു തിയറി, മെക്കാനിക്കൽ തിയറി നോക്കാം. സോ മെക്കാനിക്കൽ തിയറി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ നോക്കിയാൽ നമുക്ക് സ്മൂത്തായിട്ട് സർഫേസ് ആയിട്ട് തോന്നിയെങ്കിലും ആക്ച്വലി അത് സ്മൂത്ത് അല്ല. ദർ ആർ ഇറഗുലാരിറ്റീസ് അണ്ടർ മൈക്രോസ്കോപ്പിക് വ്യൂ. അപ്പോൾ ഈ നമ്മുടെ പോളിമർ സൊല്യൂഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫിൽ, അതായത് ലിക്വിഡ് പോളിമേഴ്സിൻ്റെ കേസിലാണ് മെക്കാനിക്കൽ തിയറി പറയുന്നത്. ഇറ്റ് വിൽ ഫിൽ ദീസ് ഇറഗുലാരിറ്റി, ഈ ഇറഗുലാരിറ്റീസിനെല്ലാം ഇത് ഫില്ല് ചെയ്യും. ആൻഡ് ദിസ് ഫില്ലിംഗ് റിസൾട്ട്സ് ഇൻ ഗുഡ് അഡ്ഹഷൻ. മെക്കാനിക്കൽ തിയറി കൺസിഡേഴ്സ് അഡ്ഹഷൻ ഡ്യൂ ടു ദി ഫില്ലിംഗ് ഓഫ് ഇറഗുലാരിറ്റീസ് ഓൺ ദി റഫ് സർഫേസ് ബൈ എ മ്യൂക്കോഅഡ്ഹസീവ് ലിക്വിഡ്. അപ്പോൾ ഈ മ്യൂക്കോഅഡ്ഹസീവ് ലിക്വിഡ് ഈ ഒരു റഫായിട്ടുള്ള സർഫേസിലെ ഇറഗുലാരിറ്റീസൊക്കെ ഫില്ല് ചെയ്യും. ഈ റഫ്നെസ്സിന് മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്. ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഏരിയ അവൈലബിൾ ഫോർ ഇൻട്രാക്ഷൻ. അതായത് നമ്മുടെ പണ്ട് നിങ്ങൾ ഇതിൽ HAPയിൽ വില്ലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. മൈക്രോ വില്ലി പ്രസൻറ്റ് ഇൻ ഇൻഡസ്റ്റൈൻ. അതെന്താ ചെയ്യുന്നത്? സർഫേസ് ഏരിയ കൂട്ടണം. ഇങ്ങനെ ഹൈലി ഫോൾഡഡായി മാറുമ്പോൾ മൊത്തത്തിലുള്ള സർഫേസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ കൂടും. അതേപോലെ തന്നെയാണ് ഇവിടെ ഏകദേശം. അത് ഈ റഫ്നെസ് എന്താ ചെയ്യുന്നത്? മൊത്തത്തിലുള്ള സർഫേസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏരിയ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇവിടെ നേരെ മറിച്ചിട്ട് ഇറഗുലാരിറ്റീസ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അതേ സെയിം ലെങ്ത്തിൽ കൂടുതൽ ഏരിയ വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇവിടെ ലെങ്ത്ത് സെയിം ആണ് രണ്ടിൻ്റെയും, പക്ഷേ ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഏരിയ ഈ ഒരു ലെങ്ത്തിൽ പാക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ റഫ്നെസ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് അതാണ്. സർഫേസ് ഏരിയ കൂട്ടും ഇൻട്രാക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ റഫ്നെസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഫില്ല് ചെയ്യുന്ന വഴിയാണ് അഡ്ഹഷൻ സംഭവിക്കുന്നതെന്നാണ് മെക്കാനിക്കൽ തിയറി പറയുന്നത്. അപ്പോൾ നേരത്തെ കോണ്ടാക്റ്റ് ആംഗിളിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതും ലിക്വിഡ്സിൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇനി ഇതെന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിയറി നമുക്ക് പഠിക്കാം. ലാസ്റ്റ് തിയറി, ദറ്റ് ഈസ് ഫ്രാക്ചർ തിയറി. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദിസ് അഡ്ഹസീവ് സ്ട്രെങ്ത്. ഈ അഡ്ഹസീവ് സ്ട്രെങ്ത് എത്രമാത്രം നിങ്ങളൊരു ഡിവൈസ് ഫോർമുലേറ്റ് ചെയ്തു, അപ്പോൾ അതിന് എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ഒരു മാത്തമാറ്റിക്കൽ യൂണിറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഫ്രാക്ചർ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി ഇറ്റ് ഈസ് മെഷറിങ് ദി സ്ട്രെങ്ത് ഓഫ് അഡ്ഹഷൻ. അപ്പോൾ അതിന് ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് പറയുക. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിങ്ങോട്ട് വലിക്കും. ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ വേണ്ടി വലിക്കുമ്പോൾ ആ പറഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ്, അതിന് എത്രമാത്രം ലോഡ് അതിന് താങ്ങാൻ സാധിക്കും, ആ മാക്സിമം ലോഡ് ഓർ മാക്സിമം ഫോഴ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ ഓവർകം, അല്ലെങ്കിൽ ആ ഒരു പൊട്ടുന്ന നിമിഷത്തിൽ എത്രമാത്രം ഫോഴ്സ്, അതുവരെ എത്രമാത്രം ഫോഴ്സ് അതിന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മാക്സിമം റെസിസ്റ്റൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ഓർ മാക്സിമം ഫോഴ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ റെസിസ്റ്റ് അറ്റ് ദി പോയിന്റ് ഓഫ് ബ്രേക്കിംഗ്. അതാണ് ടെൻസൈൽ സ്ട്രെങ്ത്. ആ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് നമ്മൾ അഡ്ഹഷൻ്റെ സ്ട്രെങ്ത് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. FM/A0. FM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫോഴ്സ്, മാക്സിമം ഫോഴ്സ് ദാറ്റ് ഈസ് യൂസ് ടു ഡിറ്റാച്ച് ഇറ്റ്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ എത്രമാത്രം ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഡിറ്റാച്ച്മെൻറ്റ് സംഭവിക്കുന്നത്, അതാണ് FM. ആൻഡ് A0 ഈസ് ദി ടോട്ടൽ ഏരിയ ഇൻവോൾവ് ഇൻ അഡ്ഹഷൻ. അതായത് നമ്മളെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മൊത്തം മുകളിൽ ഈ ഒരു ഡിവൈസ് ഉണ്ടാവില്ല, അതൊരു സ്പെസിഫിക് ഏരിയയിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് അതിൻ്റെ സ്പെസിഫിക് ഏരിയ എന്നാണ്. ഈ കോണ്ടാക്റ്റ് വരുന്ന ഏരിയയാണ് സ്പെസിഫിക് ഏരിയ. അതിൻ്റെ റേഷ്യോ ആണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ദി റേഷ്യോ ഓഫ് ദി മാക്സിമൽ ഡിറ്റാച്ച്മെൻറ്റ് ഫോഴ്സ്. ആ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും അതുപോലെ ടോട്ടൽ സർഫേസ് ഏരിയ ഇൻവോൾവ് ഇൻ ദി ഇൻറ്ററാക്ഷൻ, അഡ്ഹസീവ് ഇൻറ്ററാക്ഷൻ. ഇതിൻ്റെ
റേഷ്യോ ആണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഈ ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നത്, ഈ ഫ്രാക്ചർ സംഭവിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഫ്രാക്ചർ സംഭവിക്കുന്നത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂക്കസ് ലെയറിൻ്റെ സർഫേസിൽ ഫ്രാക്ചർ സംഭവിക്കും. അതുപോലെ ഫ്രാക്ചർ അറ്റ് ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദി ഡിവൈസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഫ്രാക്ചർ അറ്റ് ദി ഹൈഡ്രേറ്റഡ് ലെയർ ഓഫ് ദി ഡിവൈസ്. അതായത് ഈ സോളിഡ് ആയിട്ടുള്ള ഡിവൈസ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ മ്യൂക്കസ് കാരണം കുറച്ച് പാർട്ട് ഹൈഡ്രേറ്റായി മാറും, ഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പോൾ അവിടെയും ഫ്രാക്ചർ സംഭവിക്കും. നമ്മൾ വലിച്ചുകൊണ്ട് പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവിടെയും ഫ്രാക്ചർ സംഭവിക്കുന്നുണ്ട്. ദെൻ ഇൻ്റർഫേസിൽ ഫ്രാക്ചർ സംഭവിക്കും. ദെൻ മ്യൂക്കസ് ലെയറിൻ്റെ സർഫേസിൽ ഫ്രാക്ചർ സംഭവിക്കും. ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഫ്രാക്ചറിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 6 തിയറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. സോ യു ഹാവ് ടു ബി ക്ലിയർ വിത്ത് ദീസ് തിയറീസ്. Okay, so we can continue the rest of this chapter in the next lecture. Thank you.